എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗംഗ. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് അത്തം നക്ഷത്രക്കാരുടെ കാര്യങ്ങളെക്കുറിച്ചാണ്. അത്തം നക്ഷത്രക്കാര് പൊതുവെ ശാന്തശീലരാണ് എന്ന് പറയാം. പക്ഷെ അവർക്ക് പൊരുത്തമില്ലാത്തൊരു നക്ഷത്രം ഉണ്ട് കേട്ടോ. അത് ചതയം നക്ഷത്രമാണ് അവർക്ക് പൊരുത്തമില്ലാത്ത നക്ഷത്രം. അത്തം നക്ഷത്രക്കാർക്ക് ഒരു 35 വയസ്സ് വരെയൊക്കെ അവരുടെ ജീവിതം വളരെ കഷ്ടത നിറഞ്ഞ വെല്ലുവിളി നിറഞ്ഞ ജീവിതമായിരിക്കും. എല്ലാം കൊണ്ടും അവർക്ക് മടുപ്പ് തോന്നുന്ന ലൈഫാവും അവർക്കൊരു 35 വയസ്സ് വരെ ഉണ്ടാവുക. ആ സമയത്ത് അവർക്ക് തൊഴിൽ നഷ്ടം വരാം. അതുപോലെ മാനഹാനി വരാം. ചീത്തപ്പേര് എന്തെങ്കിലും കാരണം കൊണ്ട് ചീത്തപ്പേര് വരാം. നഷ്ടപ്പെടലുകള്. അവര് ഒരുപക്ഷെ നമ്മുടെ നാട് വിട്ടിട്ട് തന്നെ പോവണ്ട ഒരു സാഹചര്യം നക്ഷത്രക്കാർക്ക് വരാം. അപ്പൊ നമുക്ക് വന്ന കാർഡുകള് ഇങ്ങനെയാണ്. ദ വേൾഡ്, പിന്നെ 3 ഓഫ് വന്നത് പെന്റകൾസ്, പിന്നെ 3 ഓഫ് 5 ഓഫ് കപ്സ്, ബോട്ടം ഓഫ് ഡെക്ക് വന്നേക്കണത് 6 ഓഫ് സോഡ്സ്. പിന്നെ ഞാനൊരു 3 ഒറക്കൾ കാർഡ്, ശിവ കാർഡും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് മനഹാനി എന്തായാലും വന്നു ചേരുമെന്ന് തന്നെയാണ് പറയണത്. അതുപോലെ തന്നെ അവർ ഒറ്റപ്പെട്ടു പോവുക, വല്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുക. ചിലപ്പോൾ അവരെ മറ്റുള്ളവര് പറ്റിക്കപ്പെടാൻ കൂടുതൽ ചാൻസ് ഉള്ള നക്ഷത്രമാണ് ഈ നക്ഷത്രം. ഇവരെ സംബന്ധിച്ച് അവർ പൊതുവേ ശാന്തശീലരാന്ന് പറഞ്ഞല്ലോ. ആരായിട്ടും അങ്ങട് ആക്രമിക്കാൻ പോവില്ല. ഭയങ്കര വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കര കണ്ണിങ് ആയിരിക്കും അവരുടെ ലൈഫ്. പക്ഷെ അവരുടെ കയ്യിൽ സമ്പത്ത് നിൽക്കില്ല. അവർക്ക് എപ്പോ നോക്കിയാലും കാരണം അവരുടെ ദേവത വരുന്നത് സൂര്യനാണെങ്കിലും അധിപൻ വരുന്നത് ചന്ദ്രനാണ്. അതായത് രാശ്യാധിപൻ വരുന്നത് ചന്ദ്രനാണ്. അപ്പൊ ചന്ദ്രന് എപ്പോ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുന്നോ അതുപോലെ തന്നെയാണ് ഇവരുടെ ഈ നക്ഷത്രക്കാരുടെ ലൈഫും. കേറി ഇറങ്ങി നിൽക്കും. അപ്പൊ അവർക്ക് ചില സമയത്ത് നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ല ഉച്ചസ്ഥായില് നിൽക്കുമ്പോൾ ചില സമയത്ത് അവർ ഏറ്റവും ബിഗ് സീറോയിൽ വന്ന് നിൽക്കും. അത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തിക ഇടപാടുകൾ നടക്കുമ്പോൾ ഒരു സമയത്ത് അവർക്ക് നല്ല ധനം ഉണ്ടാവും. നല്ല രീതിയിൽ അവർ പൈസ കൈകാര്യം ചെയ്യും. പക്ഷെ മറ്റൊരു സമയത്ത് അവരുടെ കയ്യിൽ ഒരു പൈസ പോലും എടുക്കാനില്ലാതെ കഷ്ടത അനുഭവിക്കേണ്ട വെല്ലുവിളി നിറഞ്ഞ, അല്ലെങ്കിൽ കടം പേറിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കടം കൊടുക്കാനുണ്ടാവേ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോകും. അപ്പൊ സമ്പത്തും വരും, അതുപോലെ തന്നെ നഷ്ടവും വരും. ഇങ്ങനെയാണ് നക്ഷത്രക്കാർക്ക് സാമ്പത്തിക, കാരണം പൈസ അവരുടെ കയ്യിൽ നിൽക്കില്ല പൊതുവെ. പിന്നെ അപ്പൊ ഇവർക്ക് രാശാധിപൻ ചന്ദ്രനാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് നക്ഷത്രക്കാർക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യം. കാരണം ഇവരുടെ ദോഷദുരിതങ്ങളിലെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുക. ഈ പൗർണമി നാളിലൊക്കെ നിങ്ങൾ അത്തരം പൗർണമി പൂജകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ ദോഷം കുറയ്ക്കാൻ പറ്റും. കാരണം ഈ എന്താ പറയുക, ചന്ദ്രന്റെ ബലം വർദ്ധിപ്പിക്കുക എന്ന് പറയും അതിന്. കാരണം ചന്ദ്രന്റെ ബലം കുറയും തോറും നിങ്ങളുടെ മൂഡ് മൊത്തം മാറും. അത് സാമ്പത്തികമായിട്ടും എല്ലാ ലൈഫ് ലോങ്ങിലൊക്കെ നിങ്ങൾക്ക് ഈ ചന്ദ്രന്റെ ബലം കുറയും തോറും നിങ്ങൾക്ക് അത് ബാധിക്കാൻ തുടങ്ങും. ചന്ദ്രന്റെ ബലം വർദ്ധിക്കും തോറും നിങ്ങളുടെ കരിയർ പതിയെ മെച്ചപ്പെട്ടു വരും ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ ലൈഫിൽ വരുന്ന നിങ്ങൾക്ക് ചെറുപ്പകാലത്ത് നല്ലൊരു റിലേഷൻ ഉണ്ടായിട്ടുണ്ടാവും. നല്ല നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ പൊതുവേ നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ട് വിവാഹം അല്ലെങ്കിൽ ഒരു കാമുകി ഉണ്ടാവും. അതിന് വിവാഹം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് പക്ഷെ അവരെ ഭാര്യയൊക്കെ ആയിട്ട് സങ്കല്പിച്ച് കൊണ്ട് നടക്കും ജീവിതകാലം മുഴുവൻ. പക്ഷെ അവര് നിങ്ങളെ പറ്റിച്ചിട്ട് പോകും. കാരണം ഈ നക്ഷത്രക്കാരെ ചതിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം അവർ നിഷ്കളങ്കരായ കാരണം കൊണ്ട് പൊതുവെ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും 2 വിവാഹ യോഗം ഉണ്ട് എന്നുള്ളതും ഒരു സംഭവമാണ്. കാരണം അവര് മനഃപൂർവ്വം 2 വിവാഹം പോയി കഴിക്കണതല്ല. ഒരു വിവാഹത്തിൽ അവര് ഒരുപക്ഷെ എങ്ങനെയും ഒരു പിരിയെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അവർക്ക് ആ ലൈഫില് അത് ഒരുപക്ഷെ ഭാര്യ ആവണമെന്നില്ല. കാമുകി സങ്കല്പത്തിൽ കുറെ കാലം അവർ കൊണ്ടു നടക്കും, ഇഷ്ടത്തോട് കൂടിയിട്ട് കൊണ്ടു നടക്കും. പിന്നീട് അവര് ആ ഒരു ലൈഫ് വേണ്ടാന്ന് വെക്കും. ആ ലൈഫ് വേണ്ടാന്ന് വെക്കണത് ഒരുപക്ഷെ അവരെ ചീറ്റ് ചെയ്തിട്ടായിരിക്കാം അപ്പുറത്തുള്ള പേഴ്സൺ പോയിട്ടുണ്ടാവും. അതാണാവട്ടെ പെണ്ണാവട്ടെ. അപ്പൊ അത് കാരണം കൊണ്ട് പിന്നീട് ഇവർക്ക് കുറെ കാലം അതന്നെ മനസ്സിൽ ഇട്ട് നടക്കും. അതുമല്ലാതെ ഇവര് ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തേക്ക് സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു മാനസിക വിഷമം കൊണ്ട് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്താ പറയാ, ഒരു ആത്മീയ പാത സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ മഹാദേവനെ പോലെ തന്നെ
മഹാദേവൻ അതിൽ പറയണ ഉണ്ട് ഓറക്കൽ കാർഡില്. ഒരു യോഗാസനായി പോയി. മഹാദേവൻ യോഗാസനായി പോയത് സതീദേവിനെ നഷ്ടപ്പെട്ടപ്പോഴാണ്. സതീദേവിനെ നഷ്ടപ്പെട്ടപ്പോ ശരിയായ യോഗയുടെ ഗുരുനാഥൻ മഹാദേവനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പുള്ളി അതേപോലെ സ്വസ്ഥായിട്ട് ധ്യാനത്തിലേക്ക് മാറുകയാണ്. അതേപോലെ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ. അവർ ആത്മീയത വർദ്ധിക്കണ ആൾക്കാരാണ് ഈ നക്ഷത്രക്കാര്. അവർക്ക് ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും അവർ അത്തരം ഒരു പാതയിൽ കൂടെ അവര് പരമാവധി അടിക്കോ വഴക്കിനോ ദുശീലങ്ങൾക്കോ ഒന്നും പോവാത്ത ആൾക്കാരായിരിക്കും നക്ഷത്രക്കാര്. പക്ഷെ അവരെ സംബന്ധിച്ചിട്ട് മറ്റുള്ളവർ ചതിക്കാൻ അവരെ സാധ്യത കൂടുതലാണ്. അപ്പൊ ആ ഒരൊറ്റ കാരണങ്ങളെ കൊണ്ട് തന്നെയാണ് ഇവരുടെ ആദ്യ വിവാഹം സക്സസ് ആവാതെ രണ്ടാമതൊരു വിവാഹം ഇവർക്ക് കഴിക്കേണ്ടി വരിക. അത് ഇത്തിരി വൈകിട്ടാണെങ്കിൽ പോലും ആ രണ്ടാമത്തെ വിവാഹത്തിലായിരിക്കും ഇവർക്ക് ഭാഗ്യം കൊണ്ടുവന്ന് കൊടുക്കുക എന്ന് പറയണത്. അപ്പോൾ സന്താനയോഗമൊക്കെ ഉള്ള നക്ഷത്രം തന്നെയാണ് നക്ഷത്രം. പക്ഷെ പൊരുത്തമില്ലാത്ത നക്ഷത്രം ചതയാണ്. ചതയ നക്ഷത്രം ഒരിക്കലും നക്ഷത്രക്കാര് വിവാഹം കഴിക്കാതിരിക്കുകയാണ് നല്ലത്. നക്ഷത്രം നോക്കണ ആൾക്കാരൊക്കെ ആണെങ്കിൽ ചതയ നക്ഷത്രം നിങ്ങൾ വിവാഹം കഴിക്കരുത്. അത് ആണിനെ ആയാലും പെണ്ണിനെ ആയാലും ചതയ നക്ഷത്രക്കാര് നിങ്ങൾക്ക് പൊരുത്തമില്ലാത്ത നക്ഷത്രമാണ്. അപ്പം ദുരിതപൂർണമായുള്ള ജീവിതമാണെന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ നിങ്ങൾ എന്ത് വില കൊടുത്തിട്ടും റിക്കവർ ചെയ്തിട്ട് വരികയൊക്കെ ചെയ്യെങ്കിലും കൂടിയിട്ട് പഴയ പാസ്റ്റ് ലൈഫ് നിങ്ങൾ തന്നെ എപ്പോഴും വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കും. മാനസികമായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. പിന്നീട് അതിൽ വിഷമിച്ചിട്ടിരിക്കും. അതൊന്നൊന്ന് റിക്കവർ ചെയ്തിട്ട് പതിയെ പുറത്ത് കിടക്കാൻ നിങ്ങൾ ശ്രമിക്കില്ല. അതാണ് നക്ഷത്രക്കാർക്ക് ഉള്ള ഒരു ബലഹീനത എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടത് നിങ്ങൾ ചന്ദ്രനെ ബലം വർദ്ധിപ്പിക്കുക. ചന്ദ്രന്റെ ബലം വർദ്ധിക്കും തോറും അതായത് പൗർണമി പൂജ എന്ന് പറയണ ഒരു പൂജയുണ്ട്. ആ പൗർണമി പൂജയ്ക്ക് നിങ്ങളുടെ പക്ക നാളില് ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ പുഷ്പാഞ്ജലി കഴിപ്പിച്ചാലും മതി. അത് പ്രത്യേകിച്ച് പൗർണമി ആണെന്നുണ്ടെങ്കിൽ ഇതാക്കുക. പിന്നെ നിങ്ങൾക്ക് ആയുസ്സിന് ഒരു ദോഷം ഉണ്ട്. പക്ഷെ അത് മധ്യവയസ്സാകുമ്പോഴത്തേനാണ് ആയുസ്സിന് ദോഷമുള്ളത്. അതിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മൃത്യുഞ്ജയ ഹോമം കഴിക്കാം. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഒക്കെ കഴിക്കാം. ഗണപതി ഹോമത്തോടു കൂടിയുള്ള മൃത്യുഞ്ജയ ഹോമം കഴിക്കാം. കാരണം നക്ഷത്രക്കാർക്ക് ഒരു ലൈഫിൽ ഒരു വലിയൊരു ട്രാജഡി വന്നിട്ട് അതിൽ നിന്നാണ് അവർ റിക്കവർ ചെയ്ത് വരിക. അപ്പൊ ആ ട്രാജഡി വരുമ്പോൾ അവർക്ക് ഒരു പക്ഷെ ജീവഹാനി വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരവസ്ഥയിൽ നിന്നാണ് തിരിച്ചു വരിക. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെ ആശ്രയിക്കുക. മഹാദേവന്റെ അതായത് ശിവക്ഷേത്രത്തിൽ പോവുക, ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക. കാരണം നിങ്ങൾക്ക് ആ നഷ്ടപ്പെടലില് ആ 5 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ മുമ്പിലുള്ള ഇത് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് മാത്രമാണ് വേദനിക്കുന്നത്. ബാക്കിൽ നിങ്ങൾക്ക് നിറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കണില്ല ഒരിക്കലും. സാമ്പത്തിക നഷ്ടം ഞാൻ പറഞ്ഞല്ലോ. സാമ്പത്തിക നഷ്ടം ഒരുപാട് നിങ്ങളെ അലട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ കരകയറിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിൽക്കാതെ എപ്പോഴും ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് ചെയ്യുക. ചന്ദ്രന് ബലം വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന പക്ക നാളില് പോയിട്ട് നിങ്ങൾ ശിവക്ഷേത്ര ദർശനം ചെയ്യുക. ശിവക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ പരമാവധി നിങ്ങൾ ചെയ്യേണ്ടത് ചന്ദ്രനെ ബലം വർദ്ധിപ്പിക്കലാണ്. അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ പറ്റുമെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ വിലയേറിയ കമൻറ്റും ലൈക്കും എൻ്റെ ഈ ഒരു വീഡിയോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാൻ എനിക്കൊരു പ്രചോദനമാണ്. അപ്പം അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇതേപോലെ തന്നെ എനിക്ക് കിട്ടുന്ന അറിവുകളായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ എനിക്ക് സമയത്തിന്റെ കുറവുള്ള കാരണം കൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കാൻ. കൂടാതെ ഞങ്ങളൊരു മെഡിറ്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബേൺ ഫയർ എന്നും സൗണ്ട് ഓഫ് ഓം ദ യൂണിവേഴ്സൽ പാത്ത് എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര്. മെഡിറ്റേഷൻ പ്രോഗ്രാമിന്റെ പേര് 7 days കോഴ്സാണ് നടക്കുന്നത്. അതിൽ ഓൺലൈൻ ക്ലാസ് ആണ് ഇപ്പം നടക്കുന്നത്. നിങ്ങളുടെ നെഗറ്റീവിനെ, നിങ്ങൾക്ക് ഇതുവരെ വന്ന ദുരിതങ്ങളെല്ലാം എരിച്ചു കളയണ പ്രോഗ്രാമാണ് ബേൺ ഫയർ. അതിൽ ഫീസ് വളരെ കുറവാണ്. മറ്റുള്ള മെഡിറ്റേഷൻ പ്രോഗ്രാമിനെ നോക്കുമ്പോൾ വളരെ തുച്ഛമായ ഫീസ് മാത്രമാണ് ഞങ്ങൾ ഈടാക്കണുള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊടുത്ത വാട്സപ്പ് ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ അന്വേഷിക്കാം, അറിയാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ബാച്ചായ
അബണ്ടൻസ് ലൈഫ് എന്നുള്ള കോഴ്സ് ഉണ്ട്. അപ്പോൾ 2 സെക്ഷനായിട്ടാണ് ഈ കോഴ്സ് ഉള്ളത്. ആദ്യം ബേൺ ഫയറും പിന്നെ സെക്കൻഡ് കോഴ്സ് അബണ്ടൻസ് ലൈഫും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഈ നമ്പറിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽ അന്വേഷിക്കാം. അതുപോലെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലേക്ക് കയറാം. ഓക്കെ, താങ്ക് യു.